നേമത്തേക്ക് പോകാം. NDAയുടെ ലീഡ് നില 4000 തന്നെ തുടരുന്നു. രഞ്ജിത്ത് അമ്പാടി ചേരുകയാണ്. രഞ്ജിത്ത്, നേമത്തിന്റെ അപ്ഡേഷൻ പറയും. 10 റൗണ്ടുകൾ പിന്നിടുമ്പോൾ 4572 വോട്ട് ലീഡ് നിലനിർത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഈ 10ാമത്തെ റൗണ്ട് എണ്ണുന്നത് സ്വാഭാവികമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്പലത്തറ മേഖലയാണ്. അമ്പലത്തറ മേഖല സ്വാഭാവികമായി ഇടതുപക്ഷത്തിന് ശക്തിയുള്ളൊരു മേഖലയാണ്. ആ മേഖലകൾ എണ്ണിയപ്പോഴും ആ മേഖലകളും നീറമൺകരയുടെ ഒരു ഭാഗവും എണ്ണിയപ്പോഴും ലീഡ് നിലയിൽ കുറവ് വരാതെ കാത്തുസൂക്ഷിക്കാനും നേരിയ ഒരു ലീഡ് ഉണ്ടാക്കാനും NDA സ്ഥാനാർത്ഥിക്ക് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇനി 11ാമത്തെ റൗണ്ട് പാപ്പനംകോട് പൂഴിക്കുന്ന നിയമം പൂർണ്ണമായും തന്നെ BJPക്ക് അനുകൂലമായ വാർഡുകളാണ് ഈ മേഖല. ഇവിടുത്തെ ഒരു വോട്ടെണ്ണൽ കഴിയുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ലീഡിലേക്ക് എത്തിയാൽ നിയമം വലിയ പരിക്കുകളില്ലാതെ ഇത്തവണ BJP NDA ക്യാമ്പ് തൂക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഗൗതം, കേരള രാഷ്ട്രീയത്തിൽ മുൻപും അത്ഭുതങ്ങൾ തീർത്ത നേമം തന്നെയാണ് BJP ക്യാമ്പ് ഉറ്റുനോക്കുന്നത്. 4000-ലധികം വോട്ടുകളുടെ ലീഡ് ഈ ഘട്ടത്തിലും രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അങ്ങനെ നേമത്ത് താമര ഒരിക്കൽ കൂടി വിരിയുമെന്ന് ഉറപ്പാണ്. ചാത്തന്നൂരാണ് അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന മറ്റൊരു നിയമസഭാ മണ്ഡലം. അവിടെ 1000-ലധികം വോട്ടിന്റെ ലീഡ് ഇപ്പോൾ BB ഗോപകുമാറിന് ഉണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ സംഭവമായി കേരള രാഷ്ട്രീയ ഗൗതം, ഇത് വളരെ കൃത്യമായി അജണ്ടയുടെ ഭാഗമായി സെറ്റ് ചെയ്യപ്പെട്ട 2 മണ്ഡലങ്ങളാണ്. കാരണം അവിടെ ഒരു തരത്തിലും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലൊരു വിജയ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളുക എന്ന സമീപനം ഇവിടെ കൈക്കൊണ്ടിരുന്നതാണ് ഇടത് വലത് മുന്നണികൾ. ആ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഈ 2 സീറ്റുകളിൽ BJP മുന്നേറുന്ന കാഴ്ച കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേഷൻ വരികയാണ്. ദേവസ്വം മന്ത്രി വാസവൻ ഏതാണ്ട് തോൽവി ഉറപ്പിക്കുന്നു. 19,000 വോട്ടിന്റെ കുറവാണ് VN വാസവൻ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണ കവർച്ച ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണിത്. യുവതീ പ്രവേശനത്തിനൊപ്പം ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പന്റെ മുതലുകൾ മോട്ടിച്ചുകൊണ്ട് പോയൊരു സർക്കാർ ഈ നാട്ടിൽ വേണ്ട എന്ന നിലപാട് ഭക്തജനങ്ങൾ എടുത്തിരുന്നു. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ദേവസ്വം മന്ത്രിയും ഇപ്പോൾ ഇതാ തോൽവിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. അതാണ് കോട്ടയത്ത് നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട VN വാസവന്റെ കൈവെള്ള പോലെ കൊണ്ടു നടന്നിരുന്ന മണ്ഡലം അവിടെ വളരെ സ്വീകാര്യനായ ഒരാളായിരുന്നു. അതായത് എതിർ പാർട്ടികൾക്ക് പോലും വലിയ സൗഹൃദം VN വാസവനോട് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ VN വാസവന് വോട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിലായിരുന്നില്ല മുൻകാലങ്ങളിൽ. പക്ഷേ ഇത്തവണ വളരെ കൃത്യമായി രാഷ്ട്രീയ വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. VN വാസവന് അടിപതറിയിരിക്കുന്നു ഏറ്റുമാനൂരിൽ. വളരെ നിർണായക ചർച്ചയായ തെരഞ്ഞെടുപ്പാണിത്. അതിന്റെ പ്രത്യാഘാതമാണ് ഈ സർക്കാർ നേരിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു അപ്ഡേഷൻ കോട്ടയത്ത് നിന്നുള്ളത്. ചാത്തന്നൂരിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ചാത്തന്നൂരിൽ 1406 വോട്ടിന്റെ ലീഡ് ഇപ്പോൾ BB ഗോപകുമാർ നേടിയിരിക്കുകയാണ്. രഞ്ജിത്ത് അമ്പാടിയിലേക്കാണ് പോകുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ ഏറ്റവും അധികം ആകാംക്ഷ ജനങ്ങൾക്ക് അറിയാൻ ചാത്തന്നൂരിലും നേമത്തും എന്ത് സംഭവിക്കുന്നു എന്നതാണ്. ചാത്തന്നൂരിലെ NDAയുടെ ലീഡിനെ പറ്റി പറയൂ. ചാത്തന്നൂരിൽ 11 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ 1466 1466 ചാത്തന്നൂരിൽ BB ഗോപകുമാർ ലീഡ് ഉയർത്തുകയാണ്. ഇനി എണ്ണാനുള്ള പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മേഖലകളിൽ BJPക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖലകൾ കൂടിയാണ്. വളരെ കൃത്യമായി തന്നെ തുടക്കം മുതൽ തന്നെ തൻ്റെ ലീഡ് കൃത്യമായി നിലനിർത്തി ക്രമാനുഗതമായി അതിനെ വർദ്ധിപ്പിക്കുകയാണ് ചാത്തന്നൂരിലെ NDA സ്ഥാനത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേമത്തും ലീഡ് നില കൃത്യമായി തന്നെ നിലനിർത്തുന്നുണ്ട്. ചാത്തന്നൂരിൽ 11 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ 1466 വോട്ടാണ് NDA സ്ഥാനാർത്ഥിയുടെ ലീഡ്. 1466 വോട്ട് ചാത്തന്നൂരിൽ BJPക്ക് ലീഡ് ഉണ്ടെങ്കിൽ നേമത്ത് അത് രാജീവ് ചന്ദ്രശേഖരന് 43 വോട്ടിന്റെ ലീഡ്. 4573 വോട്ട് എന്ന് പറയുമ്പോൾ നേമം ഏതാണ്ട് BJP ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചാത്തന്നൂരും ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ 2 സ്ഥലത്ത് NDA ഈ വോട്ടെണ്ണൽ അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ 2 സ്ഥലത്ത് NDA ലീഡ് ചെയ്യുകയാണ്. UDF 101, LDF 37, UDF 101, LDF 37, NDA 2 എന്നിങ്ങനെയാണ് ടാലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂഞ്ഞാറിലേക്ക് പോകാം. പൂഞ്ഞാറിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ചാത്തന്നൂരിൽ 12ാം റൗണ്ടിലും BB ഗോപകുമാർ മുന്നിൽ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് ചാത്തന്നൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. താമര വിരിയും എന്ന് തന്നെയാണ് ചാത്തന്നൂരിലെ
കണക്കുകൾ എല്ലാം സൂചിപ്പിക്കുന്നത്. പൂഞ്ഞാറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ UDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 40,465 വോട്ടാണ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJക്ക് കിട്ടിയത്. അവിടെ ലീഡ് 5150 UDFിന്റേത് പൂഞ്ഞാറിൽ. രണ്ടാം സ്ഥാനത്ത് LDF ആണ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ്. കേരള കോൺഗ്രസ് M ആണ്, 35,000 വോട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റിരിക്കുകയാണ്. PC ജോർജ് 24,000-ഓളം വോട്ടുകൾ പിടിച്ച് അവിടെ 3-ാം സ്ഥാനത്താണ്. എന്തായാലും പൂഞ്ഞാർ പോലെ ഒരു സ്ഥലത്ത് ഈരാറ്റുപേട്ടയുടെ ഈ മറ്റേ SDPIയുടെ ഒക്കെ അപ്രമാദിത്വം, അവിടുത്തെ ഒരു ഭരണവ്യവസ്ഥ പോലും അവർ കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം, അവിടെ നിന്നുകൊണ്ടാണ് PC ജോർജ് 400,000-ലധികം വോട്ട് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അത് ചെറിയൊരു നേട്ടമല്ല പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം. മാണി സി കാപ്പന്റെ വീട്ടിൽ വിജയാഘോഷം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ പാലായിൽ മാണി സി കാപ്പൻ വീണ്ടും MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെയും കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകത്തിൽ അവിടെ കേരള കോൺഗ്രസ് എം പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കേരള കോൺഗ്രസിലെ പ്രബല ശക്തികളിലൊന്നായ കേരള കോൺഗ്രസ് M അതേതാണ്ട് പൂർണ്ണമായി തന്നെ നാമാവിശേഷമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം ജോസ് കെ മാണിയാണ് ഇപ്പോൾ ആ പാർട്ടിയെ നയിക്കുന്നത്. നേരത്തെ KM മാണിയുടെ കാലഘട്ടത്തിന് ശേഷം തന്നെ പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ജോസ് കെ മാണിക്കെതിരെ ഉയർന്നിരുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി വരുന്നതോടുകൂടി പാർട്ടി 12 സീറ്റിലും മത്സരിച്ചു 12ഇടത്തും പരാജയപ്പെടുന്ന ഒരു അവസ്ഥ ജോസ് കെ മാണിക്ക് വന്നിരിക്കുകയാണ്. അതായത് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാവുകയാണ് മാണിയും മകനും. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. പുതുപ്പള്ളിയിൽ നിന്നും ഫലം വന്നിരിക്കുന്നു. ചാണ്ടി ഉമ്മന് വൻ വിജയമാണ് പുതുപ്പള്ളി സമ്മാനിച്ചിരിക്കുന്നത്. 1,00,000 ലീഡ്. ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം 52,907 വോട്ടുകൾക്ക് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചിരിക്കുകയാണ്. അത് സ്വാഭാവികമാണ്. ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ലെഗസി വളരെ കൃത്യമായി ചാണ്ടി ഉമ്മനിലേക്ക് പുതുപ്പള്ളിക്കാർ സ്നേഹമായി നൽകുന്നു. ആ കാഴ്ചയാണ് പുതുപ്പള്ളിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ ധർമ്മടത്ത് പിണറായി വിജയന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. 11 റൗണ്ട് പൂർത്തിയായപ്പോൾ 7,111 വോട്ടിന്റെ ലീഡ്. 7,111 എന്നൊക്കെ പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ച് അതുപോലെ ഒരു ചെറിയ ഇത് മാത്രമാണ്, ലീഡ് മാത്രമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ കണക്കിലെടുക്കുമ്പോൾ. നമുക്കൊന്ന് പശ്ചിമ ബംഗാളിലേക്ക് പോകാം. പശ്ചിമ ബംഗാൾ, പുതുച്ചേരി, അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾ കൂടി വേഗം നോക്കാം. പുതുച്ചേരിയിലേക്ക് ആദ്യം പോകാം. അവിടെ 20 സീറ്റുകൾ, ആകെ 30 സീറ്റാണ് അവിടെ ഉള്ളത്. അതിൽ 20 BJP നേതൃത്വം നൽകുന്ന NDA നേടിയിരിക്കുകയാണ്. 7 സീറ്റുകൾ മാത്രമാണ് അവിടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. ആസാമിലേക്ക് പോയി കഴിഞ്ഞാൽ 97-25 അതായത് BJP 97 സീറ്റ് നേടിയിരിക്കുന്നു. 126 അംഗ അസം നിയമസഭയിൽ 126 എന്ന് പറയുമ്പോൾ അവിടെ കേവല ഭൂരിപക്ഷത്തിന് 66ഓളം സീറ്റുകളാണ് വേണ്ടത്. കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് മറികടന്നുകൊണ്ട് 97 സീറ്റുകൾ BJPയോട് ഒറ്റയ്ക്ക് നേടിയിരിക്കുകയാണ്. പുതിയ അപ്ഡേഷൻ 1634 വോട്ടിന്റെ ലീഡ് ചാത്തന്നൂരിൽ BB ഗോപകുമാറിന് വന്നിരിക്കുകയാണ്. അവിടെ താമര വിരിയും എന്ന് തന്നെയുള്ള വളരെ കൃത്യമായ സൂചനകളാണ് പുറത്തു വരുന്നത്.